എല്ലാ മാന്യ പ്രേക്ഷകർക്കും വൺസ് അപ്പോൺ എ ടൈമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ചില സാങ്കേതിക കാരണങ്ങളാൽ എല്ലാ ദിവസവും വരുന്ന ഡയാനക്ക് എന്ന് വരാൻ സമയം കിട്ടിയിട്ടില്ല. അതിന്റെ പേരിൽ ഇന്ന് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുവന്നത്, നമ്മളെ നയിക്കുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഡുണ്ടുമോളാണ്. മോളെ എല്ലാവർക്കും ഹായ് പറഞ്ഞേ. മോളെ ടൊവിനോ ചേട്ടനോട് നമസ്കാരം പറഞ്ഞേ. നമസ്കാരം. നമസ്കാരം. മോളെ ഉണക്കോടിയൊക്കെ എടുത്തോ? ആ, പിന്നെ ഈ നല്ല ഉടുപ്പാണല്ലോ ഇത്. എനിക്കിഷ്ടപ്പെട്ട്. നമ്മുടെ ടോയിനോട് എന്തെങ്കിലും ചോദിക്കാൻ എൻ്റെ മോക്ക് തലമുമ്പിട്ടില്ല, തലമുണ്ട് നേരെ നേരെ. ആ, എന്തെങ്കിലും ചോദിക്കാൻ ചോദിച്ചോ. എല്ലാ പടങ്ങളും ഞാൻ കാണാറുണ്ട്, അടിപൊളിയുണ്ട്. പുതിയ പടത്തില് അവസരം കൊടുത്തൂടെ? എന്ത് പറഞ്ഞാണ് നീ പറയണത്? അങ്ങനെ സംസാരിക്കരുതിട്ട് അങ്ങനെ. കാരണം അങ്ങനെ നമ്മൾ ചാൻസ് ചോദിച്ച് മേടിക്കുന്നത് ശരിയല്ല. ഇപ്പം എൻ്റെ കഴിവ് കണ്ട് മലയാള സിനിമ എന്നെ വിളിക്കണില്ലെന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ ഇവരടുത്തൊക്കെ പറയാൻ പറ്റുമോ? നേരമൊക്കെ ഇങ്ങനെ പറഞ്ഞ അടിപൊളിയോട്ടോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി പറയില്ല മാവ, പറയോ? പറയില്ല. അല്ല, ആ മോളെ ടൊവിനോ ചേട്ടനാണ് നല്ലത്, പിഷാരടി ചേട്ടനാണ് നല്ലത്? ടൊവിനോ ചേട്ടൻ. പിഷാരടി ചേട്ടൻ നല്ലതല്ലേ? അല്ല, പിഷാരടി ചേട്ടൻ നല്ലതാണെന്ന് പറ. ഇല്ല, ഞാൻ പറയില്ല. അമ്മാവനെ ഫ്ലോറിലിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കണല്ലേ, ഞാനങ്ങനെ പറയും. അങ്ങനെ പറയല്ലേ പൊന്നെ. ഇന്ന് നല്ലൊരു സ്ഥലം പറയും. ടൊവിനോ ചേട്ടനെ രണ്ടുപേരും ഇഷ്ടമാണെന്ന് പറ. ടൊവിനോ ചേട്ടൻ എനിക്ക് ഇഷ്ടമാണ്, പിഷാരടി ഇഷ്ടമല്ല. ഒരു ദിവസം ഈ പാവനെ എൻ്റെ കൈ കിട്ടും, അന്ന് ഞാൻ ചവിട്ടി കൂട്ടുകയും ചെയ്യും. ഞാൻ എന്ത് ചെയ്യാനാണ് പിഷാരടി? പാവം പാവം പറഞ്ഞല്ലേ, ഞാൻ പാവല്ലേ? ഞാൻ അങ്ങനെ പറയരുത്, ഞാൻ പറഞ്ഞിട്ടില്ലേ? മര്യാദ ശ്രദ്ധിച്ച് പറഞ്ഞോട്ടോ. കാരണം ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലേ മോളോട് അങ്ങനെ പറയരുന്ന്. നീ അങ്ങനെ പറയാൻ പാടില്ല, മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് ഈ പാവനെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. മുതിർന്നവരെ ബഹുമാനിക്കാൻ പറയുന്നോട്. ഞാനല്ല പറഞ്ഞത്, ഈ പാവല്ലേ, ഞാൻ പാവല്ലേ? ഈ പാവയൊന്നും അവതരിപ്പിച്ച ശരിയാവില്ല. ഡയാനോട് വരാൻ പറ. ടോമശേട്ടാ, ഞാൻ 10 മിനിറ്റ് വൈകിയപ്പോഴത്തേക്കാണ് പുള്ളി ഇത് കൊണ്ട് കയറി വന്നത്. എന്തായാലും പെർഫോമൻസ് നന്നായതെന്ന് തോന്നുന്നു. ടൊവിനോ പാവം നന്നായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഡയാനയ്ക്ക് പകരമാണ് ഈ പാവ വന്നെങ്കിലും കേശവമാമനെ മാറ്റിയിട്ട് ഈ പാവയെ സ്ഥിരമാക്കിയാലോ എന്നുള്ളൊരു ആലോചന വരെ എനിക്ക്. പാവ വളരെ നന്നായിട്ടുണ്ട്. ഡയാനയ്ക്ക് പാവനെ ഇഷ്ടപ്പെട്ടില്ലേ? നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും പാവേനെ ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത എപ്പിസോഡിൽ ഈ പാവേനെ ഇവിടെ സ്ഥിരപ്പെടുത്താം. ഇത്ര നേരം പാവ സംസാരിച്ചില്ലേ? അത് ഞാൻ തന്നെ സംസാരിച്ചത് അല്ല. അതേന്ന് ഞാൻ ഇപ്പൊ കാണിച്ചല്ല. ടൊവിനോട് എന്തായാലും ചോദിച്ചേ. ഇത് മാമൻ ചെയ്യുന്നത് നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു, നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു, ഒറിജിനലായിരുന്നു. മാത്രമല്ല അതിനകത്തോട്ട് വിസിലടിക്കാനും ഈ പാവ തന്നെ മതി. വിസിലടിക്കാനാ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ലോകത്തിൽ ഏത് പാവനെടുത്താലും വിസിലടിക്കാൻ മാത്രം ഈ പാവകൾക്ക് പറ്റൂല. അത് വിസിലടിക്കണമെങ്കിൽ ഞാൻ തന്നെ അവിടെ പോയിരിക്കണം. അങ്ങനെ ടൈമിലെ ഓണക്കാഴ്ചകൾ തുടരുകയാണ്. രമേശേട്ടാ, എനിക്ക് ടൊവിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ. അതിനെന്തിനാ എന്റെ അനുവാദം? ടൊവിനോ വളരെ നന്നായിട്ട് അഭിനയിക്കും, ഫൈറ്റ് ചെയ്യും, ഡാൻസ് ചെയ്യും, റൊമാൻസ് ഏറ്റവും മനോഹരമായിട്ട് കാണിക്കും. അതൊക്കെ ചെയ്യും. നമ്മൾ ചെയ്യാത്തോണ്ടല്ല, അങ്ങനെ ആവശ്യം വന്നിട്ടുള്ള ഒരു സിനിമയിലല്ലോ. അതെ അതെ ചെയ്യും, എന്തായാലും ചെയ്യും. എനിക്കറിയാവുന്നതല്ലേ. ഹ്യൂമർ അത് എത്രത്തോളം ആസ്വദിക്കും, എക്സ്പ്രസ് ചെയ്യും? അതിപ്പോ റിയൽ ലൈഫിലാണെങ്കിലും ഓൺ സ്ക്രീൻ ആണെങ്കിലും എങ്ങനെയാണ് ടൊവിനോ? ഹ്യൂമർ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞങ്ങൾ കുറച്ച് പേര് ഈ പിഷുവിനെ പിടിച്ച് എവിടെയെങ്കിലും ഇരുത്തിയിട്ടേ ഞങ്ങളൊന്നും മിണ്ടൂല. പിഷു സംസാരിച്ചത് കേട്ടുകൊണ്ടിരിക്കാൻ വേണ്ടി തന്നെ. അതായത് ഈ ഹ്യൂമർ എന്ന് പറയുന്ന സാധനം എങ്ങനെ എല്ലാവർക്കും അങ്ങനെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമല്ല. റിയൽ ലൈഫിൽ എല്ലാവർക്കും ഇടയ്ക്കൊക്കെ ഇങ്ങനെ തമാശകളൊക്കെ പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇത് തമാശയുടെ മാത്രമല്ല, അത് പറയുന്ന രീതി എന്ന് പറയുന്നത് അപൂർവം ആളുകൾക്കാണ്. അങ്ങനെ എന്തു പറഞ്ഞാലും അതേ തമാശ, ഇപ്പൊ പിഷു പറയുന്നൊരു തമാശ ഞാൻ പോയി വേറെ എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിജയിക്കണമെന്നില്ല. നമുക്ക് എന്തെങ്കിലും വലിയൊരു സ്ട്രെസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഹ്യൂമർ കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ഹ്യൂമർ പറയുന്നൊരു സുഹൃത്തുണ്ടെങ്കിലും, ഇപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും ഡിപ്രഷനൊക്കെ അടിക്കുമ്പോൾ ബിഷുവിന് വെറുതെ ഫോൺ വിളിക്കും. അപ്പൊ അങ്ങനെ ഒരു സുഹൃത്തുണ്ടെങ്കിൽ പോലും ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് ഹ്യൂമറിൽ കൂടെ വരുന്നത്. ടോവിനോ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നമ്മൾ ടോവിനോ ഇടികാരനായിട്ടും ഇപ്പൊ നമ്മൾ നന്നായിട്ട് ഫൈറ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ടോവിനോയുടെ ഇന്നർ പേഴ്സണലി മനുഷ്യൻ വളരെ നല്ലതാണ്.
നമ്മൾ മനുഷ്യന് കുറേ ഗുണങ്ങളുണ്ടെന്ന് പറയുന്നില്ല, അതിനുള്ള മനുഷ്യത്വം എന്നൊക്കെ പറയുന്നത് ആ ഗുണങ്ങളുള്ള ഒരാളാണ്. മാത്രമല്ല ടോവിനോട് ഇപ്പോഴത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പാവയെ കൊണ്ടുവന്ന് അമ്മാവൻ കൊണ്ടുപോയ ഒരു ഇതിൽ പറയാണ്, ടോവിനോട് വീട്ടിലിപ്പം കളിപ്പാട്ടങ്ങൾ നിറഞ്ഞിരിക്കുന്ന സമയമാണ്. രണ്ടാമത്തെ കൊച്ചിന്റെ ബർത്ത്ഡേ ഈ അടുത്തായിരുന്നു. പിള്ളേരുടെ വിശേഷങ്ങളൊക്കെ എന്താണ് ടോവിനോ? സുഖമായിട്ടിരിക്കുന്നു. പക്ഷെ എന്റെ മോള് സ്കൂളിൽ പോവാതെ UKG എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇത്ര കാലം ഇങ്ങനെ പോകേണ്ടി വരും എന്നുള്ളൊരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. ഈസ മൂത്താള്, മൂത്തത് ഈസ, രണ്ടാമത്തത് ടഹാൻ. രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ആണോ? ടഹാന്റെ ഫാനോ? അവനത് അറിയാൻ പോലുള്ള പ്രായമായിട്ടില്ല. അല്ല, എന്ത് കാരണമാണ്? ടഹാന്റെ പാട്ട് കണ്ടിട്ടാണോ, ഡാൻസ് കണ്ടിട്ടാണോ, അതോ നിക്കറെ മൂത്രമൊഴിക്കുന്ന കണ്ടിട്ടാണോ? അല്ല, അതൊന്നും കണ്ടിട്ട് ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. ഫോട്ടോസ് ഒക്കെ ചേട്ടൻ അപ്ലോഡ് ചെയ്യുന്നൊക്കെ കാണാറുണ്ട്. സോ അങ്ങനെ ഫാൻ ആയതാ. അങ്ങനെയല്ലേ വരൂ, അങ്ങനെയല്ലേ വരൂ. അല്ല, അങ്ങനെ എന്നാലും ടഹാന്റെ ഫാനേ എന്താ അല്ലേ? അപ്പൊ ടോവിനോടെ ഫാൻ അല്ല. എന്തുകൊണ്ടാണ് ടോവിനോടെ ഫാൻ അല്ലാത്തത്? ടഹാന്റെ ഫാൻ ആണെന്ന് പറയുമ്പോൾ എന്താണ് ടോവിനോയ്ക്ക് എന്താണ് കുഴപ്പം? അയ്യോ, കുഴപ്പമുണ്ടായി അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ടഹാന്റെ ഫാൻ ആയാൽ മതി. ഇപ്പൊ അവന് പ്രായപൂർത്തിയാവാത്തതുകൊണ്ട് ഞാനാണ് അറ്റൻഡ് ചെയ്യുന്നത്. ആ, ഫോൺ അറ്റൻഡ് ചെയ്ത് ഒരു കാര്യം ചെയ്തു, ടഹാനുള്ളൊരു ഉമ്മ കൊടുത്തു വിട്ടു, ടോവിന് വീട്ടിൽ കൊണ്ട് കൊടുത്തോളും. എനിക്കുണ്ട് പിള്ളേർ വേണേ ഫാനാവാം, ഉമ്മ തന്നു വിടാം, കൊണ്ടുപോകാം, കൊടുക്കാം. ഞാനിതൊക്കെ ഞാൻ കളക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇത് തന്നെ ചെയ്യുന്നുണ്ട്. ഉദ്ദേശമുണ്ടോ? വേണ്ട. അല്ലെങ്കിലും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നൊക്കെ ഓണത്തിന് പറയുമ്പോഴും ഒന്നുപോലെ അല്ല ടോവിനോ. അതൊന്നുപോലെ അല്ല. അതിലെല്ലാ കാലത്തും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. വേദിയിൽ ഇതാ മത്സര വേദി ഉണരുകയാണ്. യെസ്, വി ആർ മൂവിംഗ് ഓൺ ടു എ സ്റ്റാൻഡപ്പ് കോമഡി കോമ്പറ്റീഷൻ. വലിയ മാവേലിയാണല്ലോ ഭാവത്തിൽ നമ്മുടെ കേശവ മാമൻ ഇരിപ്പുണ്ട്. മിസ്സിലൊക്കെ റെഡി ആണല്ലോ അല്ലേ? റെഡിയാണ് മോളെ. ആ, ശരി. അപ്പൊ എന്നാൽ നമുക്ക് മത്സരം തുടങ്ങാം. ഇന്ന് മത്സരിക്കുന്നത് മനീഷ് മണി ആൻഡ് ജിൻഡോ. ടോവിനോ, ഇന്ന് മത്സരിക്കുന്നവർ മനീഷ് മണി ആൻഡ് ജിൻഡോ. ഹലോ. നിങ്ങൾ ഓണത്തിന്റെ പരിപാടികളൊക്കെയാണ്? ഓണമാണ് വിഷയം. രണ്ടുപേരും വിഷയം ഓണമാണോ? ഒരു ഓണമുണ്ട്, അല്ലാത്തൊരു വിഷയമുണ്ട്. അല്ലാത്തൊരു വിഷയം. ടോവിനോ ചേട്ടനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. ഈ മലയാള സിനിമയിൽ ഞങ്ങൾ മലയാളികൾ, അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ എല്ലാ താരങ്ങൾക്കും സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവി കൊടുക്കാറുണ്ട്. പക്ഷെ സൂപ്പർമാൻ എന്നുള്ളൊരു പദവി കൊടുത്തേക്കുന്നത് ടോവിച്ചാനും മാത്രമാണ്. എനിക്കും സൂപ്പർമാൻ ആവാൻ താല്പര്യമുണ്ട്. സൂപ്പർ പവർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പഴയ വഴി. അല്ല, ഇന്നെങ്കിലും ഓക്കെ. ജിൻഡോ, സുഖല്ലേ? സുഖാണ്. സൂപ്പർമാനാണ് മനീഷ് പറഞ്ഞത് പ്രകാരം ഇവിടെ ഇരിക്കുന്നത്. അമ്മ, മത്സരം തുടങ്ങിയാലോ? മറ്റേ ശബ്ദം. ആ പാവ കൊച്ചു മേത്തുനിന്ന് പോണുള്ളത്. തുടങ്ങാലോ മകളെ? ആ, നമ്മളിൽ പലരും മിക്കവാറും പോകുന്നൊരു സ്ഥലമാണ് ബിവറേജ് അല്ല, ഓട്ടോറിക്ഷ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടേണിംഗ് പോയിന്റ് ഉള്ള ആൾക്കാരാണ് ഓട്ടോ ഡ്രൈവർമാർ. പക്ഷേ ഏത് പോയിന്റിൽ നിന്ന് ഏത് സ്ഥലത്തേക്ക് ടേൺ ചെയ്യുമെന്നുള്ളത് തമ്പുരാന് മാത്രം അറിയാം. പക്ഷെ ഞങ്ങളുടെ അവിടെ ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ട്. പുള്ളി ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. പുള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ പുള്ളി വലത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തേക്ക് നിന്നിട്ടില്ല. നാട്ടിൽ പുള്ളി അറിയപ്പെടുന്നതേ മാരത്തോൺ എന്നാണ്. കാരണം പുള്ളി വലിയ ഓട്ടത്തിന് മാത്രമേ പോവുള്ളൂ, ചെറിയ ഓട്ടത്തിന് പോകത്തില്ല. പുള്ളി ഓട്ടോറിക്ഷ ആവാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. പുള്ളി ITC ഒക്കെ കഴിഞ്ഞതിന് ശേഷം പുള്ളി പണിക്കായിട്ട് ഫസ്റ്റ് സൈറ്റിൽ പോയപ്പോൾ അതേ മുതലാളിയുടെ മോളോട് ലവ് പറഞ്ഞു. അതാണ് പുള്ളിയുടെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അപ്പോൾ തന്നെ മുതലാളി വർക്ക് ഫ്രം ഹോം കൊടുത്തു. വീട്ടിൽ ഇരുന്ന് ബോറടിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എടാ നിനക്ക് അച്ഛൻ്റെ കൂടെ പണിക്ക് പോയിക്കൂടെ? ഇല്ലമ്മ, നിർബന്ധിക്കരുത്. ഞാൻ ഈ നെപ്പോട്ടിസം പ്രോത്സാഹിപ്പിക്കാറില്ല. പുതിയ പണിക്കാർ വരട്ടെ, അവരെ പ്രോത്സാഹിപ്പിക്കും. ഇവളിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഇവന് മനസ്സിലായി പണിക്ക് പോയിട്ട് കാര്യമില്ല, എന്തെങ്കിലും പുതിയ ഐഡിയ എടുത്ത് അല്ല ലോണൊക്കെ എടുത്ത് ചെയ്താലോ. അങ്ങനെ ഒരു ബാങ്കിൻ്റെ മാനേജറിൻ്റെ അടുത്ത് ചെന്നു. പുള്ളിയോട് പറഞ്ഞു, എൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട്, ലോൺ കിട്ടുമെന്ന് ചോദിച്ചു. ബാങ്ക് മാനേജർ എക്സൈറ്റഡ് അല്ലേ, പറയൂ പ്രോജക്റ്റ് പറയൂ. അപ്പോൾ തന്നെ പറഞ്ഞു ഓട്ടോറിക്ഷ. അപ്പോൾ സ്റ്റാർട്ടപ്പാണ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓട്ടോറിക്ഷ സ്റ്റാർട്ട് അപ്പല്ലേ, സ്റ്റാർട്ട് ഡൗണൊന്നും ഇല്ല. അങ്ങനെ സ്റ്റാർട്ടപ്പിൻ്റെ സംഭവം എടുത്ത് പുള്ളിക്ക് ലോൺ എടുത്തിട്ട് പുള്ളി കൊമ്പനേക്കാളും വലിയ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ആക്സസറീസും സബ് ഊഫറും ഒക്കെ കയറ്റിയിട്ടാണ് നടക്കുന്നത്. പുള്ളിയുടെ ഓട്ടോറിക്ഷ ശരിക്കും പോകുന്നത് എൻജിൻ കൊണ്ടല്ല, സബ് ഊഫറിൻ്റെയാണ്. അതുകൊണ്ട് ഈ താളബോധമില്ലാത്ത ആൾക്കാർ ഓട്ടോറിക്ഷ കയറി കഴിഞ്ഞാൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സബ് ഊഫർ ഉള്ളതുകൊണ്ട് പുള്ളി ലഗേജുള്ള ആൾക്കാർ കയറ്റാറില്ല. ഒരു ദിവസം ഒരു പുള്ളി ചെറിയൊരു സഞ്ചിയിൽ ഒരു സാധനമായിട്ട് വന്ന് നേരെ കയറാൻ പറഞ്ഞു. ഈ സഞ്ചിയിൽ സാധനം എടുത്ത് ഓട്ടോറിക്ഷയുടെ പുറകെ വെച്ചു. സാധാരണ പോലെ സബ് ഊഫർ ഓഫാക്കി. ആൾക്കാർ നോക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരും നോക്കുന്നുണ്ട്. പെട്ടെന്ന് ഈ സബ് ഊഫറിൻ്റെ ഓളി വീണ്ടും കൂട്ടി. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും സ്ഥലം എത്തി. സവാരിക്കാരൻ ഇറങ്ങി നേരെ സഞ്ചി എടുത്ത് നോക്കി തുറന്നു നോക്കിയപ്പോൾ
പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. 3 കിലോ ഗോതമ്പ് പൊടിയാണ് സബ് ഊഫറിൻ്റെ മുഴുവൻ പറന്നുപോയി. ഓക്കെ, അപ്പോൾ അതങ്ങനെ ഫിനിഷ് ചെയ്തു. ഇനി ഓവർ ടു ജിൻഡു. എനിക്ക് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഓണം തന്നെയാണ്. ഇനി പെട്ടെന്ന് ഓർമ്മ വന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ചാലും വരുന്നത് ഓണം തന്നെയാണ്. ഇതെന്താ എൻ്റെ തലയ്ക്ക് വല്ല ഓണം ഉണ്ടോ എന്ന് തോന്നുന്നു നിങ്ങൾക്ക്. ഞങ്ങളവിടെ പ്രകാശേട്ടനുണ്ട്. പ്രകാശേട്ടൻ്റെ ഓണമാണ് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തത്. പ്രകാശേട്ടൻ അത്തം മുതൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് കുറിയൊക്കെ തൊട്ട് ആ മുറ്റത്തെ പൂക്കളൊക്കെ കണ്ട് കൺകുളിർക്ക് കണ്ട് ആസ്വദിച്ച് അപ്പുറത്തിരിക്കുന്ന ബൈക്ക് എടുത്തിട്ട് നേരെ പോവും ബീവറേജിലേക്ക്. അതെന്താ വെച്ചാൽ പ്രകാശേട്ടൻ്റെ കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. ഗൾഫുകാരൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ബ്രിഹാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ട്, അത് തന്നെ നീ മേടിക്കണം, അത് മാത്രമേ ഞങ്ങൾ കഴിക്കുള്ളൂ എന്ന്. പക്ഷേ പ്രകാശേട്ടനെ ഈ സാധനത്തിൻ്റെ പേര് പറയാൻ അറിയില്ല. പ്രകാശേട്ടൻ ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ ബ്രിഹാൻസ് 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 എന്ന് പറഞ്ഞ് പഠിച്ച് പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്നൊരു അമ്മച്ചി വട്ടം ചാടി ബ്രിഹാൻസ് ബ്രിഹാൻസ് എന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് കൂട്ടുകാരൻ എടാ പ്രകാശ് എന്ന് പറഞ്ഞു. ആ ബ്രഹാൻസ് എന്ന് പറഞ്ഞ അവസാനം കൗണ്ടറിൽ പോയിട്ട് 2 പ്രകാശ് എന്ന്. പ്രകാശേട്ടൻ ഇങ്ങനെ കുറച്ച് വെള്ളടിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഈ താഴെ മോനെ ഇടയ്ക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ഉപദേശിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ദിവസം ഞാൻ ഉപദേശം കേട്ടു, ഇങ്ങനെയാണ് ഇടാ വന്നതെന്ന് പറഞ്ഞു. നിൻ്റെ ഈ പ്രായത്തിൽ നിനക്ക് സ്വന്തമായിട്ട് എന്തുള്ളതെന്ന് ചോദിച്ചു. പറഞ്ഞു എനിക്ക് സൈക്കിൾ ഉണ്ട് വെച്ചാൽ അതും അച്ഛൻ മേടിച്ചത്. എടാ നിൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് കാണുന്ന വീടും പറമ്പും സ്വത്തൊക്കെ ഉണ്ട്. അല്ല നിൻ്റെ ഈ പ്രായത്തിൽ നീ ഒറ്റയ്ക്ക് എവിടം വരെ പോവും? ഞാനപ്പുറത്ത് മേമ്മയുടെ വീട് വരെ പോവും, പിന്നെ കട വരെ പോവും. എടാ നിൻ്റെ ഈ പ്രായത്തിൽ ഞാൻ ബോംബെയിലും പൂനെയിലും ഓടി നടന്ന് പണിയെടുക്കുക. അതൊക്കെ പോട്ടെ, നിനക്കിപ്പോൾ എത്ര വയസ്സായി? എനിക്ക് 18 വയസ്സായിട്ടുള്ളപ്പോൾ. എടാ മണ്ട, നിൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് 35 വയസ്സ് അതെങ്കിലും ഒന്ന് ഓർക്കാൻ അപ്പൻ. പക്ഷേ എത്ര ഉപദേശിച്ചിട്ടും ഈ ചെക്കൻ ശരിയാവുന്നില്ല, വഷളായിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഈ ഓണത്തിൻ്റെ പാട്ടുകളൊക്കെ വീട്ടിലിങ്ങനെ കേട്ട് ആസ്വദിക്കുന്ന സമയത്ത് ഇവൻ പുറത്തിറങ്ങിയിട്ട് ഭയങ്കര തെറിയോട് തെറി, പൊരിഞ്ഞ തെറി, ഗംഭീര തെറി. ഇപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു നല്ല ദിവസമായിട്ട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നിൻ്റെ വീട്ടിൽ പറഞ്ഞ് പ്രശ്നമാക്കും, നിൻ്റെ അച്ഛനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു, എന്ത് വന്നാലും അച്ഛൻ്റെ അടുത്ത് മാത്രം പറയരുത്. അപ്പോൾ നിനക്ക് അച്ഛനെ പേടിയുണ്ടല്ലേ, നിൻ്റെ അച്ഛൻ്റെ അടുത്ത് തന്നെ പറയടാന്ന് പറഞ്ഞു. അതല്ല, അച്ഛൻ പറഞ്ഞാൽ പറയും ഈ കേട്ടതൊക്കെ പഴയതാണ്, എന്നിട്ട് ഇന്ന് രാത്രി ഇന്ന് പുതിയത് പഠിപ്പിക്കുന്നത്. ഓണം 2021 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു OLX. OLXന് മാത്രമാണ് ഈ പ്രാവശ്യം നന്നായിട്ട് സ്പോൺസർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കാണം വിറ്റും ഓണം ഉണ്ണണമെന്നാണല്ലോ. വിൽക്കാൻ കാണം പോയിട്ട് എല്ലാം ഉണ്ടോയെന്ന് ആർക്കും അറിയത്തില്ല. നമുക്കറിയാം പണ്ട് ഈ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന വഴിയരിയിലൊക്കെ പൂക്കളൊക്കെ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഓണം മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഓണം വരുന്നതിന് മുമ്പ് ഒരു BGM വരും. ചായക്കട മുതൽ ലുലുമാൾ വരെ ഈ BGM. ഈ BGM ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഓണത്തിന് പായസം തന്നെ ഇല്ല, ആ ഒരു ഫീൽ. പക്ഷേ ഈ BGMന് വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഓണമൊക്കെ കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് വായി നോക്കി വെള്ളമെടുത്ത് നിൽക്കുമ്പോൾ ഈ ട്യൂണൊക്കെ കേൾക്കും, ടൂടു. അപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് സെറ്റ് എടുത്ത പിള്ളേരെ കാണാൻ തോന്നും, പാലട കുടിക്കാൻ തോന്നും, 4 അടിച്ച് മൂല ചുരുളാൻ തോന്നും. ഓണത്തിന് സാധാരണ നമ്മളെല്ലാം ചെയ്യുന്ന പരിപാടിയില്ലേ, ആ ഫീൽ കിട്ടി വരില്ല. പിന്നെ ഈ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കോർപ്പറേറ്റ് ലെവലിൽ പറയുകയാണെങ്കിൽ വല്ലപ്പോഴും വരുന്ന വർഷത്തിൽ വരുന്ന അപ്രൈസിൽ പോലെയാണ്. കയറി ഇങ്ങനെ വരും, അതുപോലെ തന്നെ പാതാളത്തിലേക്ക് പോകും. ഓണത്തിനുണ്ടാക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ CBD ഇറക്കുറിപ്പ് സീരീസ് പോലെ. ആദ്യത്തെ 2 പൊളി, 1 2 പൊളി ഫുഡ്, 3 ആകുമ്പോഴത്തേക്കും സാമ്പാർ വല്ല വലിഞ്ഞു വരും, 4 ആകുമ്പോഴത്തേക്കും സാമ്പാർ അവിയലാവും, അവിയൽ തോരനാവും, അങ്ങനത്തെ അവസ്ഥ പോകും. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഓണത്തിന് ഒരു പരിപാടി നടന്നായിരുന്നു. ആ ഓണത്തിൻ്റെ പരിപാടിയിലാണ് ഒരു മരുമോളും അമ്മായിയും തമ്മിലുള്ള പ്രശ്നം അലമ്പാവുന്നത്. ഈ അമ്മായിയമ്മ എന്ത് ചെയ്യുന്നു വെച്ചാൽ മരുമോൾ അറിയാതെ ഈ കുടംതല്ലിൽ ഈ മരുമോളുടെ പേര് കൊടുത്തു. അങ്ങനെ മരുമോൾ വലിയ ചുമ്മായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും കുടംതല്ലിൽ പേര് കൊടുത്ത ശാന്ത പെട്ടെന്ന് കയറി വരുവാണ്. അപ്പോഴത്തേക്കും എന്താ വെച്ചാൽ ഇവർ കണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ഐഡിയ ചെയ്തു, ഈ മരുമോൾ കയ്യിലുള്ള മൊബൈൽ അമ്മായിയമ്മയുടെ കയ്യിട്ട് അങ്ങ് കൊടുത്ത്. അപ്പം കണ്ണടച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും കറക്റ്റ് ഫോൺ വന്ന് ഉടനെ ശാന്ത ഓതിരം കടകം കടകത്തിലൊഴിവ് പിന്നെ ശാന്തയെന്നും പറഞ്ഞു വാലിച്ച് ഒറ്റയടി അമ്മായിയുടെ തല കൃത്യമായിട്ട് അവിടെ വന്നു. അടിപൊളി ഓണാഘോഷമായിരുന്നു. TV നമ്മളിങ്ങനെ ഓണത്തിന് തുറന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ സെലിബ്രിറ്റീസായ നമ്മളെല്ലാവരും ഇരുന്ന് തള്ളോട് തള്ളാളോ, എൻ്റെ ഓണം അങ്ങനെയായിരുന്നു, എൻ്റെ ഓണം ഇങ്ങനെയായിരുന്നൊക്കെ. അങ്ങനെയും എൻ്റെ മോൾ 5 വയസ്സുള്ള കുട്ടി ഓണം ഇങ്ങനെ കണ്ട് പിറ്റേ ദിവസം ഒരു പുള്ളി വന്ന് ചോദിച്ചു, വഴിപോക്കൻ ചോദിച്ചു, മോളെ ഈ പ്രാവശ്യം ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? 5 വയസ്സുള്ളേ, ഇപ്പോഴൊക്കെ എന്തോ ഓണമൊക്കെ എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് പ്രകാശേട്ടൻ്റെ കഥയാണ്. അതിൽ മൂത്തൊരു മോനുണ്ട്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മൂത്ത മോൻ്റെ കല്യാണമൊക്കെ ആയി. അപ്പോൾ കല്യാണം ആയി കഴിഞ്ഞാൽ മുടക്കാനായിട്ട് എല്ലാ ജംഗ്ഷനിലും കുറച്ച് അമ്മാവന്മാരൊക്കെ ഉണ്ടാവും. ഇത് സാധാരണ രീതിയിൽ അന്വേഷിച്ചാൽ തന്നെ മനുവേട്ടന് നല്ലൊരു ആലോചനയൊക്കെ വന്ന് പെണ്ണ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കൂട്ടുകാരന്മാർക്ക് ഭയങ്കര സംശയം. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ അമ്മാവന്മാർ പോയിട്ട് കണ്ടിട്ട് കുറച്ച് കാശൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ അന്വേഷണം വരുമ്പോൾ നമ്മുടെ മനുവിനെ പറ്റി ഒന്ന് പൊക്കി അടിച്ചേക്കണേന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കറക്റ്റായിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വന്ന് ഇവരടുത്ത് തന്നെ അന്വേഷിച്ചു. അപ്പോൾ മേടിച്ച കാശിനെ അമ്മാവന്മാർ പണിയെടുക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, നിങ്ങൾക്കറിയോ
ചെക്കനൊരു കരുതലുള്ള പയ്യനാണ്. ഈ കഴിഞ്ഞ ലോക്ക്ഡൗണിൽ ഒരാൾ ഞങ്ങൾ തിരിഞ്ഞു നോക്കാണ്ടിരുന്നപ്പോൾ ഡെയിലി കള്ളവാറ്റി ഉണ്ടാക്കി ഞങ്ങളെ തൊണ്ട നനച്ചിരുന്ന ഇതേപോലത്തെ ഒരു പയ്യനെ ഈ വേറെ പഞ്ചായത്തിൽ കിട്ടില്ല, വേണമെങ്കിൽ എടുത്തോളാം. അങ്ങനെ കല്യാണം മുടങ്ങിയെന്ന് വെച്ചിട്ടൊന്നും മനുവേട്ടൻ ഡിപ്രസ്ഡ് ആയില്ല. അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചിയായിട്ട് ഇഷ്ടത്തിലായി, അവർ സെറ്റായി. കാരണം അതൊരു ജസ്റ്റ് റോങ് നമ്പർ കാരണമാണ്. ഞാനും ഒരുപാട് കാത്തിരുന്നുണ്ട്. എവറി ഡോഗ് ഹാസ് എ ഡേ എന്നാണല്ലോ. കാത്തിരുന്നു. ഒരു ദിവസം രാത്രി നല്ല മഴയുള്ള സമയത്ത് എനിക്ക് ആ കോള് വരികയാണ്. അപ്പം ഞാൻ എന്താ സംസാരിക്കേണ്ടതെന്ന് പോലും ഒന്നും അറിയില്ലെങ്കിൽ പോലും ആ സൗണ്ട് കേൾക്കാനായിട്ട് പെട്ടെന്ന് കോൾ എടുത്തു. അപ്പോൾ അവിടുന്ന് അരേ ഭായ് അഭി തും കിതരെ ആജ് കം കൽഹാ മേ ഹൂഹേ എന്ന് പറഞ്ഞ് മുടിഞ്ഞ ഹിന്ദി. അവർക്കൊക്കെ വരുന്ന റോങ് നമ്പർ എന്ന് പറയുന്നത് പ്രിയ, സിൻഡ്രല്ല, സ്റ്റെല്ല, ഡയാന. നമുക്ക് വരുന്നത് പാവം ബംഗാളികളും ഏതെങ്കിലും മറുനാട്ടുകാരും. അങ്ങനെയാണ് ഞങ്ങളുടെ ക്ലബിൻ്റെ ഓണാഘോഷം നടക്കുന്നത്. അത് ഭയങ്കര ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫെസ്റ്റിവൽ മൂഡിലാണ് നടത്താൻ തീരുമാനിച്ചത്. ഗസ്റ്റൊക്കെ വരുന്ന മറ്റേ കൃഷി വകുപ്പ് മന്ത്രിയൊക്കെയാണ്. അപ്പോൾ അവിടുത്തെ ഭാരവാഹികളെല്ലാവരും കൂടി രാവിലെ തന്നെ എണീറ്റ് വലിയ പൂക്കൾ ഒരുക്കി ഒരു മാവേലിനൊക്കെ സെറ്റ് ചെയ്ത് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ എല്ലാ പൂക്കളിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ ഹാപ്പി ഓണം എന്നിങ്ങനെ എഴുതാറുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഒരാൾക്ക് സംശയം, ഹാപ്പി ഓണം ഇംഗ്ലീഷിൽ എഴുതണോ ഒരുത്തിന് മലയാളത്തിൽ എഴുതണോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് തർക്കമായി. അവസാനം അടിയായി പിടിയായി. ഈ പൂക്കളത്തിൻ്റെ മേലെ ഉരുണ്ടങ്ങ് മുണ്ടൊക്കെ കഴിഞ്ഞ് ബഹളായി. ഇതിൻ്റെ ഇടയിൽ മാവേലും കയറി ഇടപെട്ടിട്ട് അതിൻ്റെ അടി വേറെ മേടിച്ചാൾ. ഇതെല്ലാം കഴിഞ്ഞ് കറക്റ്റ് ആ ആഘോഷത്തിൻ്റെ സമയത്ത് മന്ത്രി കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ പൂക്കളും ഇല്ല, ഭാരവാഹികളും ഇല്ല, ഉള്ള ആൾക്കാർക്ക് മുണ്ടും ഇല്ല. ഉള്ളത് ആകെ ഒരു കാര്യം മാത്രം, മാവേലി ആ സൈഡിൽ ഇരുന്നിട്ട് ഗതിച്ചിട്ട് പറയാം, ഹാപ്പി ഓണം, എനിക്കിപ്പോൾ വീട്ടിൽ പോകണം. ഓക്കെ, അപ്പോൾ രണ്ടുപേരുടെയും നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല എനർജി ഉണ്ടായിരുന്നു, രസകരമായ കഥകൾ പറഞ്ഞു. ഇനി കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്സ് അറിയാനായിട്ട് നമുക്ക് രമേശ് ചേട്ടനോടും ടോവിനോടും ചോദിക്കാം. ഈ ഓണത്തിന് അധികം ആർക്കും ഈ ലോകത്ത് കിട്ടിയിട്ടില്ലാത്തൊരു ഭാഗ്യമോ മറ്റൊരു കാര്യമോ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. വീടിനടുത്തൊരു ഘോഷയാത്ര ഉണ്ട്. വെള്ളൂർ പേപ്പർ കമ്പനിയുടെ ഓണമേളയ്ക്ക് വലിയ ഘോഷയാത്രയുണ്ട്. ഈ ഘോഷയാത്ര പുറപ്പെട്ടിട്ട് ഒരു 5 മണിയോടുകൂടി പുറപ്പെട്ടാൽ ഒരു 8, 8:30, 9 മണിയോടുകൂടിയാണ് വളരെ പതുക്കെയാണ് ഈ ഘോഷയാത്ര നീങ്ങുന്നത്. ആകെ 6 കിലോമീറ്റർ ഉള്ളൂ എങ്കിലും. അപ്പോൾ ഈ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളൊക്കെ ഓടി അവിടെ എത്തി ഇവിടെ എത്തി ഇങ്ങനെ അങ്ങോട്ട് ഈ 8 കിലോമീറ്റർ ഇതിനിടെ 10 പ്രാവശ്യം ഓടേണ്ടവരാണ് നമ്മൾ പിള്ളേരൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ഈ തുടങ്ങുന്നിടത്ത് ചെന്ന് ആനയുടെ അടുത്ത്, ആന വരുന്നുണ്ട്, ലോറികൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരുങ്ങുന്നുണ്ട്, പല പല ടാബിളുകളൊക്കെ ആയിട്ട്, അതൊക്കെ ഇവിടെ വരേണ്ടതായിട്ടുണ്ട്. ഞാൻ നേരെ പോയി ആനയുടെ അടുത്ത് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പം അവിടെ ചെറിയൊരു തർക്കം നടക്കുകയാണ്. കാരണം ആനപ്പുറത്ത് കയറാമെന്ന് ഏറ്റിരിക്കുന്ന ആൾ വെള്ളമാണ്, നല്ല വെള്ളമാണ് പുള്ളി. അപ്പോൾ ഈ സാധനം പിടിച്ചിട്ട് പുള്ളിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പാപ്പാൻ പറഞ്ഞു, ഇത്രയും കള്ളു കുടിച്ച ആളെ ആനപ്പുറത്ത് കയറ്റാൻ പറ്റില്ല, ആനപ്പുറത്ത് കയറാൻ ഒരാൾ വേണം. അപ്പോൾ സംഘാടകരൊക്കെ അങ്ങനെ ഇങ്ങനെ നോക്കിയപ്പം 1-2 പിള്ളേർ റെഡിയായി കയറാനായിട്ട്. പക്ഷേ അവരൊക്കെ പാൻ്റായിട്ടിരിക്കുന്നത്, ഞാൻ മാത്രമാണ് മുണ്ടെടുത്ത് പോയേക്കുന്നത്. ഇതൊരു പ്ലസ്സായി. കയറാൻ പറ്റുമെന്ന് ചോദിച്ചു. സ്വർഗം കിട്ടിയ അവസ്ഥയിലെ ആനപ്പുറത്ത് കയറുക ആ പ്രായത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും കാണുന്ന ഘോഷയാത്ര. അപ്പം ഇവരിത് ചോദിക്കുന്ന സമയത്ത് സത്യത്തിൽ ഞാനൊന്ന് മൂത്രമൊഴിക്കണോ വേണ്ടയോ എന്ന ആലോചന നിൽക്കുകയാണ്, ഒന്ന് പോയിട്ട് ഒഴിച്ചാലോ എന്ന്. പക്ഷേ ഞാൻ പോയാൽ ഈ അവസരം വേറെ ആർക്കെങ്കിലും കിട്ടും, ഞാനൊരു കുഴപ്പമില്ല കയറാമെന്ന് പറഞ്ഞു. ഒരു 4:30-5 മണിക്ക് തന്നെ ഞാൻ ആനപ്പുറത്ത് കയറി. 6 മണിക്ക് ഘോഷയാത്ര തുടങ്ങാൻ എത്തേണ്ട MLA എത്തിയപ്പോൾ 6:30 മണിയായി. ഘോഷയാത്ര തുടങ്ങിയപ്പോൾ 6:45. ഇത് നീങ്ങി 8 8:15. എനിക്കാണെങ്കിൽ മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് ഒരു രക്ഷയില്ല. ആനപ്പുറത്താന്ന് നിങ്ങൾ ആലോചിക്കണം. കാരണം ഒന്ന് നിർത്തിയിട്ട് മൂത്രമൊഴിച്ചോട്ടെ എന്ന് വെച്ചാൽ നാട് മുഴുവൻ അറിയും. ആന നിർത്തിയ പുറത്തിരുന്ന ആളെന്തേ മുള്ളാൻ പോയെന്ന് പറഞ്ഞ് നാട് മുഴുവൻ അറിയുമല്ലോ. എൻ്റെ കണ്ണിന്ന് പുക വന്ന് കണ്ണിന്ന് പട്ടുനൂലാണ് വരുന്നത്. അതുപോലത്തെ അവസ്ഥയിലായി എൻ്റെ അവസ്ഥ. ഞാൻ ആനപ്പുറത്തിരുന്നു. ഇതിനിടെ ദാഹിക്കുന്നുണ്ട്. ഒരു സോഡ തന്നു ആനയുടെ മുകളിലോട്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. അതും കൂടെ കുടിച്ചതോടുകൂടി ഇനി രക്ഷയില്ല. സത്യത്തിൽ ഇപ്പോഴും കഴിഞ്ഞ വർഷം അതിൻ്റെ അങ്ങേ വർഷമൊക്കെ ഈ മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നമൊക്കെ പറഞ്ഞ് ഇവിടെ കേരളത്തിലുള്ള ആൾക്കാർ പേടിക്കാറില്ലേ? എനിക്കൊന്നും തോന്നാറില്ല അത് കേൾക്കുമ്പോൾ. ഞാനിതൊക്കെ അന്ന് അനുഭവിച്ചതാണ്. അന്ന് അനുഭവിച്ച ഞാൻ ആനപ്പുറത്തിരുന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പം ആനയുടെ പുറത്ത് ചാക്കിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു കുഴപ്പമില്ല, തട്ടാം. കാരണം ഇത് രക്ഷയില്ല, കാരണം ഇരുട്ടാണല്ലോ, ഇനി അങ്ങോട്ട് ഇരുട്ടാന്ന് ഓർത്ത് ഏകദേശം ഒരു 8:30, 8:45 കൂടി ഞാൻ ആനപ്പുറത്തൊരു തട്ടി. പക്ഷേ നമുക്കൊരു കണക്കുണ്ടല്ലോ, ഇത് ഇത്രയും നേരം പിടിച്ചു വെച്ചിരുന്നതായതുകൊണ്ട് ഇത് തീർന്നിട്ടും തീരുന്നില്ല. ഈ ചാക്ക് പിടിക്കാനുള്ളതേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചത്. ഈ ചാക്കും കഴിഞ്ഞ് ആനയുടെ കാലിൽ കൂടെ ഒഴുകി റോഡ് വരെ. എനിക്ക് അതാ നോക്കുന്നത്, ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ. ഞാൻ സോഡ ബാക്കി വെച്ചിട്ടെ അത് അതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചിട്ട് ആരെയാന്നുള്ള പോലെ പാപ്പാനെ ബോധിപ്പിക്കാൻ വേണ്ടി പറയാം, ആനയുടെ പുറത്തിത്തിരി സോഡ മറിഞ്ഞേ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു കൊടുത്തു. എങ്ങനെയായിരുന്നു ഇവിടെ പെർഫോമൻസ്? അടിപൊളിയായിരുന്നു. രണ്ടുപേരും നന്നായിരുന്നു.
ഇത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അവിടെ നിന്ന് ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ടൊരു തമാശ പറയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും നമ്മൾ 5-6 പേര് കൂട്ടുകാരിരിക്കുമ്പോൾ തന്നെ ഒരു തമാശ പറഞ്ഞ് അത് ഫലിപ്പിക്കുക എന്ന് പറയുന്നത് എൻ്റെയൊക്കെ എത്രയോ തമാശകൾ അങ്ങനെ താഴെ വീണോടയെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അവസാനം അത് എങ്ങനെയെങ്കിലും തീർത്ത് അവിടെ ഓടി രക്ഷപ്പെടുക എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ എത്തും. പക്ഷെ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് അത് ചെയ്തു. ഓൾ ദ ബെസ്റ്റ്. രണ്ടുപേരുടെയും പ്രകടനം ഒപ്പത്തിനൊപ്പമായിരുന്നു. രണ്ടുപേരും സമ്മാനം ഷെയർ ചെയ്യുകയാണ്. താങ്ക് യു. ക്യാഷ് പ്രൈസ് ഇവർ രണ്ടുപേരും ഷെയർ ചെയ്യുവാണ്. ഇത് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് ഞാൻ രമേശ് ചേട്ടനെയും ടോവിനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ്. വളരെ സന്തോഷം. ഒരു കാര്യം അറിയിക്കാനാണ്, എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലും എനിക്ക് കിട്ടിയ പ്രൈസ് മണി നമ്മുടെ RP എൻ്റർടൈൻമെൻറ്റ്സ് ചെയ്യുന്ന ചാരിറ്റി ആക്ടിവിറ്റീസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു. ഇതിനു മുമ്പും ഒരു ക്യാൻസർ ഹോസ്പിറ്റലിലേക്ക് ഒരു മത്സരാർത്ഥി സമ്മാനം കൊടുത്തിരുന്നു. ഇപ്പം മനീഷ് അങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നു. സത്യത്തിൽ ഈ ലോകത്തിൽ 98% ആൾക്കാരും നല്ല ആൾക്കാരാണ്. ഒരു 2% ആൾക്കാരൊക്കെ പ്രശ്നമുള്ളൂ. പക്ഷേ ഈ 2% ആൾക്കാരുടെ പേരും പറഞ്ഞ് ബാക്കി 98% ആൾക്കാരും മനസ്സമാനം ഇല്ലാതെയാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സത്യം. അപ്പോഴും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ നന്മകൾ, നല്ല മനുഷ്യർ, അതെല്ലാം ഈ പ്രകൃതിയുടെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും സഹകരിച്ചും മുന്നിലേക്ക് പോകുന്നതിന് വലിയ മാതൃകകളായി മാറുന്നുണ്ട്. അത്തരത്തിൽ ഈ ചെറിയ തുകയും ചെറിയ ചെറിയ കാര്യങ്ങളുമാണിതെല്ലാം. അതിലൂടെ പോലും വലിയ വലിയ മാതൃകകളായി മാറാൻ കൂടെ ഇവിടെ വരുന്ന ഓരോ ഹാസ്യ കലാകാരന്മാർക്കും പറ്റുന്നു എന്നുള്ളത് ഒരു അഭിമാനമായി കരുതുന്നു. ഓണത്തിൻ്റെ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി.